ഹലോ ആർമിസേ. അപ്പൊ നംജുൻ ഒക്ടോബർ 5-ന് 1 മണിക്കൂറോളം നീണ്ടുന്ന ഒരു ലൈവ് വന്നിരുന്നു. അപ്പൊ കുറച്ച് തിരക്ക് കാരണം ഇതിന് മുന്നേ എനിക്ക് ഇതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ ചെയ്യാൻ ടൈം കിട്ടിയില്ല. അപ്പൊ ടൈം കിട്ടിയപ്പോൾ ഞാൻ ഇതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. ഇനി ഈ ഒരു ലൈവ് 2 തവണയായിട്ടാണ് നംജുൻ വന്നത്. ആദ്യം വന്നപ്പോൾ സ്ക്രീൻ ഹൊറിസോണ്ടലി കിടക്കണ കാരണം ആർമീസിന്റെ കമന്റ്സ് വായിക്കണതിലും അതേപോലെ തന്നെ റിപ്ലൈ ചെയ്യണതിലൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് നംജുൻ ആ ലൈവ് ഓഫ് ആക്കിയിട്ട് വീണ്ടും വെർട്ടിക്കലി സ്ക്രീൻ ആക്കിയിട്ട് ലൈവ് വരികയാണ് ചെയ്തത്. ഇനി ഈ ഒരു ലൈവിൽ നംജുൻ പറഞ്ഞതിൽ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ ഷോർട്ടാക്കി പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഈ ഒരു ലൈവിന്റെ തുടക്കത്തിൽ നംജുൻ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, വർക്ക് ചെയ്തപ്പോൾ ബോർ അടിച്ചപ്പോൾ ഞാൻ ലൈവ് വന്നതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ ആർമീസിനോട് ചോദിക്കുന്നുണ്ട് ഞാനിപ്പോൾ കൊറിയനിൽ സംസാരിച്ചാലും കുഴപ്പമില്ലല്ലോ, ട്രാൻസ്ലേഷൻ നന്നായിട്ട് വർക്ക് ചെയ്യണില്ലേ എന്നുള്ള കാര്യം. പിന്നെ ആർമിനോട് ഭക്ഷണം കഴിച്ചോന്ന് ആർമീസ് ചോദിക്കുമ്പോൾ ആറും പറയുന്നത് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഞാനിത് ഭക്ഷണേ കഴിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. പിന്നെ നംജുൻ ആർമീസിനോട് ട്രാൻസ്ലേഷൻ നന്നായിട്ട് വർക്ക് ചെയ്യണില്ലെന്ന് ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കണ്ട വല്ല തോന്നുന്നുണ്ടോന്ന് അറിയില്ല, പക്ഷെ ഞാനിപ്പോൾ 71 കിലോനാണ്. ഇപ്പൊ ഞാൻ നല്ലോണം എക്സസൈസ് ചെയ്യുന്നുണ്ട്, റണ്ണിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു മെമ്പേഴ്സ് നല്ലോണം വെയിറ്റ് കുറഞ്ഞ് വരുന്നുണ്ട്. ഇപ്പൊ വേറെ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ വർക്കിംഗ് മാത്രമായത് കൊണ്ട് എക്സസൈസും അതിന്റെ കൂടെ നന്നായിട്ട് നടന്നു പോകുന്നുണ്ടെന്ന് നംജുൻ പറയുന്നുണ്ട്. പിന്നെ നംജുൻ പറയുന്നത് ചൂസൊക്കെ ആയത് കൊണ്ട് തന്നെ ഇവിടെ സിയോളിൽ ആരുമില്ല. പിന്നെ ഞാനിങ്ങനെ വർക്ക് ചെയ്യാണ്, എനിക്ക് ബോറടിച്ചു, അപ്പൊ നിങ്ങളെ മിസ് ചെയ്തു, നിങ്ങളെ കാണാന്ന് വിചാരിച്ചു, നിങ്ങളൊക്കെ എന്ത് ചെയ്യാന്ന് അറിയാന്ന് വിചാരിച്ചു. ഞാനിപ്പോ എഴുതുന്നുണ്ട്, എഡിറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ ബുക്സ് വായിക്കാറുണ്ട്. പിന്നെ ഞാൻ ബുക്ക് വായിക്കലുണ്ട്. ഇപ്പൊ ഞാൻ കഫേന്ന് ഒന്ന് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇപ്പൊ വായിച്ച ആ ഒരു ബുക്ക് ആർമീസിന് വേണ്ടിയിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ആർമി ടെക്സസിൽ ആ ഒരു സമയത്തുള്ള ടൈം പറയുമ്പോൾ ഞാൻ ഒരു സമയത്താണ് കിടന്നുറങ്ങൽ എന്ന് നംജുൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നംജുൻ നടത്താൻ പോണ എക്സിബിഷനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. നെക്സ്റ്റ് ഇയർ നടത്തണം എന്നാണ് വിചാരിക്കുന്നത്. അതിനുള്ള മീറ്റിംഗും പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ആർമീസിനോട് നംജുൻ പറയുന്നുണ്ട്. പിന്നെ നംജുൻ ഡുവലിംഗോ ഡൗൺലോഡ് ചെയ്തതിനെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ നംജുന്റെ ജാപ്പനീസ് ഇപ്പോൾ പണ്ടത്തേനേക്കാളും കുറച്ചുകൂടെ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ഒരു ആർമി ചോദിക്കുമ്പോൾ കൊറിയയിലെ സമയം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ആർമി ചോദിച്ച എന്തോ ഒരു കമന്റിന് ഉത്തരമായിട്ടാണ് ആറാം പറയണത് തോന്നുന്നുണ്ട്. എന്നാൽ എന്റെ ഈ ഒരു ക്യാമറ ഇന്ന് സെറ്റ് ചെയ്തത് വലിയ കുഴപ്പമില്ലല്ലോ, സാധാരണ എന്റെ കയ്യിൽ ട്രൈപോഡ് ഇല്ലാത്തതുകൊണ്ട് ഇത്ര ഇതിൽ വരലില്ല എന്നുള്ളത് ആറാം പറയുന്നുണ്ട്. പിന്നെ നംജുൻ പറയുന്നത് ഇപ്പൊ എല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യണത്, ഇപ്പൊ ഇങ്ങനെ ഒറ്റയ്ക്കാണ് പുറത്തു പോണത്, അതുപോലെ തന്നെ വർക്ക് ചെയ്യണത്, പിന്നെ മൂവി കാണാൻ പോണത്, അങ്ങനെ എല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് ജിമ്മിനെ കാണാൻ ഈ ഒരു ഹോളിഡേസിന്റെ ഇടയ്ക്ക് പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ലൈവിൽ തേയോങ് ഇന്നാള് ജപ്പാനീസ് സംസാരിച്ചതിനെ കുറിച്ച് ആറാം പറയുന്നുണ്ട്. അതേപോലെ ആനിമേസ് കാണലുണ്ട്, മിലിറ്ററിയിലായിരുന്നപ്പോൾ കുറെ കണ്ടിരുന്നു. പിന്നെ നംജുൻ കണ്ട കുറെ ആനിമേസിന്റെ പേരൊക്കെ നംജുൻ പറയുന്നുണ്ട്. പിന്നെ ഞാനിപ്പോ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോകുന്നു, വല്ലാതെ വലിയ ന്യൂസുകളൊന്നും ഇല്ല, അങ്ങനെ കുറെ വലിയ ന്യൂസുകൾ ഇല്ലാത്തല്ലേ നല്ലതെന്ന് നംജുൻ പറയുന്നുണ്ട്. പിന്നെ നംജുൻ പറയുന്നത് ഇപ്പൊ കൊറിയയിൽ മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ക്ലൗഡി ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണ്. പക്ഷെ വേറെ കൺട്രീസിൽ താൻ പോയപ്പോൾ അവിടെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു, അതുകൊണ്ട് പുറത്തു പോകാനൊക്കെ സുഖമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ക്ലൈമറ്റ് ആയതുകൊണ്ട് ഫ്രണ്ട്സുമായിട്ട് പുറത്തു പോകാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ഡിപ്രസ്ഡ് ആണ്. അപ്പോൾ എനിക്ക് ബോറടിച്ചപ്പോൾ ഞാൻ നിങ്ങളെയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ നംജുൻ തന്റെ വരാൻ പോണ എക്സിബിഷനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എക്സിബിഷൻ കുറച്ചും കൂടി ഒരു എൻജോയബിൾ ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ആർമീസ് ലൈവ് ഇംഗ്ലീഷിൽ പറയാമെന്ന് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നംജുൻ പറയുന്നുണ്ട് ഞാൻ കുറച്ചും കൂടെ കൊറിയനിൽ പറയട്ടെ, എന്നിട്ട് പിന്നെ ഇംഗ്ലീഷിൽ പറയാം, ഞാൻ എന്തായാലും ഒരു കൊറിയക്കാരനല്ലേ എന്നുള്ളത് നംജുൻ പറയുന്നുണ്ട്. പിന്നെ താൻ സാക്സഫോൺ വായിക്കണതിൽ പണ്ടത്തെക്കാളും മോശമായിട്ടുണ്ട്, കാരണം ഇപ്പൊ ഞാൻ അങ്ങനെ അത് വായിച്ച് നോക്കാറില്ലല്ലോ എന്ന് നംജുൻ പറയുന്നുണ്ട്. പിന്നെ നംജുൻ ഡയറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ആർമീസിനോട് പറയുന്നുണ്ട്. ഡയറ്റ് ചെയ്യുമ്പോൾ ഒരു നേരം പ്രോട്ടീൻ ഭക്ഷണം കഴിക്കണുള്ളൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ തന്നെ കഴിക്കണം എന്ന് വിചാരിച്ച് ചെയ്യണമല്ല, പക്ഷെ എല്ലാവരും തടി കുറയ്ക്കണം എന്ന് വിചാരിച്ചിട്ട് ഓരോന്ന് ചെയ്യുമ്പോൾ ഞാനും നാച്ചുറലി അങ്ങനെ ചെയ്തു പോവുകയാണ് എന്നുള്ളതും ആർമീസിനോട് നംജുൻ പറയുന്നുണ്ട്. പിന്നെ നംജുൻ ട്രാൻസ്ലേഷൻ നന്നായിട്ട് പോകുന്നുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ആർമീസ് എല്ലാവരും ഇപ്പോൾ കൊറിയ നന്നായിട്ട് പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവണമല്ലോ എന്ന് പറഞ്ഞിട്ട് ആറും ചിരിക്കുന്നു. പിന്നെ നംജുൻ പറയണത് എനിക്ക് ഡയറ്റ് ചെയ്യാൻ ഇഷ്ടമല്ല, കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ, പ്രത്യേകിച്ച് കൊറിയൻ ഭക്ഷണം നന്നായിട്ട് ഞാൻ കഴിക്കും. അപ്പൊ ഞാനിപ്പോൾ അടുത്ത് യൂറോപ്പിൽ പോയപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ സ്കിന്നി ആണല്ലോ, അത് കണ്ടിട്ട് ഞാനിങ്ങനെ വിചാരിച്ചു അവർക്ക് അവിടെ കൊറിയൻ ഫുഡ് ഇല്ലാത്ത കാരണമായിരിക്കും അവരിങ്ങനെ സ്കിന്നി ആയിട്ട് ഇരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ അവിടുത്തെ ക്ലൈമറ്റിനെ കുറിച്ച് ഇവിടുത്തെ ക്ലൈമറ്റിനെ കുറിച്ചൊക്കെ നംജുൻ വീണ്ടും പറയുന്നുണ്ട്. പിന്നെ ചൂസോക്കിന് എന്താ കഴിക്കാൻ ഇഷ്ടം എന്ന് ആർമീസ് ചോദിക്കുമ്പോൾ നംജുൻ തനിക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള ഭക്ഷണങ്ങളെ പേര് പറയുന്നുണ്ട്. പിന്നെ നംജുന്റെ മുടീനെ കുറിച്ച് ആർമീസ് ചോദിക്കുമ്പോൾ തൊപ്പി അഴിച്ചിട്ട് നംജുൻ തന്നെ മുടി കാണിച്ചിട്ട് ഇപ്പൊ ഞാൻ ഇങ്ങനത്തെ ടൈപ്പാണ് ഡൈ ചെയ്യാറ്, അതായത് റൂട്ടിൽ ഡൈ ചെയ്യാതെ മേലെ ഡൈ ചെയ്യലാണ്. പിന്നെ ഞാൻ മുടി കാണിക്കാത്ത എന്താന്ന് വിചാരിച്ചാൽ ഇപ്പൊ മുടി ഭയങ്കര ഓയിലായിട്ട് ഇരിക്കുകയാണ്, അപ്പൊ എനിക്കത് കാണിക്കാൻ മടിയായിട്ട് കാണിക്കാത്തതാണെന്ന് നംജുൻ പറയുന്നുണ്ട്. പിന്നെ ആർമീസിന്റെ കമന്റ് കണ്ടിട്ട് നംജുൻ തടി കുറയ്ക്കണം, തടി കുറയ്ക്കുമ്പോഴാണ് എന്നെ കാണാൻ ഒന്നുകൂടി ഭംഗി എന്നൊക്കെയുള്ള കാര്യം നംജുൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും തന്റെ മുടി ഡൈ ചെയ്ത കാര്യം അതിന്റെ കളറിന്റെ കാര്യമൊക്കെ നംജുൻ ആർമീസായിട്ട് സംസാരിക്കുന്നുണ്ട്. പിന്നെ ഒരു ആർമി ചൂസൊക്കെ എന്താന്ന് നംജുനോട് ചോദിക്കുമ്പോൾ നംജുൻ പറയേണ്ടത് ഇതൊരു താങ്ക്സ് ഗിവിംഗ് പോലത്തെ, അതായത് ഒരു ക്രിസ്മസ് പോലത്തെ ഒരു ആഘോഷമാണെന്ന് നിങ്ങൾ വിചാരിച്ചോളൂ, അങ്ങനത്തെ ഒരു സംഭവമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു ആർമി നംജുനോട് എങ്ങനെയാണ് ജിമ്മിലൊക്കെ അങ്ങനെ കറക്റ്റ് ആയിട്ട് പോകാൻ പറ്റണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നംജുൻ പറയേണ്ടത് ഇങ്ങനെ ഓഫീസ് വർക്കേഴ്സും ടീച്ചേഴ്സും അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഇതിന്റെ ഒരു ടൈമിങ് ഞങ്ങൾ ഇങ്ങനെ മ്യൂസീഷ്യൻസ് ആയത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഇങ്ങനൊരു ടൈം ഇല്ലാത്തതുകൊണ്ടും പിന്നെ അവരെ കമ്പനിയിൽ തന്നെ ജിം ഉള്ളത് കൊണ്ടും ഞങ്ങൾക്ക് ജിമ്മിൽ പോയി വരാൻ എളുപ്പമാണ്, അല്ലാത്തവർക്ക് ഇങ്ങനെ ഒരു റുട്ടീൻ കൊണ്ട്
കൊണ്ട് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് നംജുൻ പറയുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇതും ഞങ്ങളൊരു ജോലിന്റെ ഭാഗമായത് കൊണ്ട് അങ്ങനെ പോകണമെന്ന് നംജുൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ആർമി എങ്ങനെയാണ് ഇങ്ങനെ തടി കുറയ്ക്കേണ്ടത് നംജുനോട് ചോദിക്കുമ്പോൾ നംജുൻ പറയുന്നുണ്ട്, എന്നോട് ഇപ്പോൾ അടുത്തായിട്ട് കുറെ പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഞാനിപ്പോൾ കുറച്ചായിട്ട് നല്ല തടി കുറഞ്ഞു, അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണെന്ന്. പക്ഷെ അതിനുള്ള ഒരു ഉത്തരം എന്ന് പറഞ്ഞാല് ഭക്ഷണം കുറച്ച് കഴിക്കുക, കൂടുതലായിട്ട് മൂവ് ചെയ്യുക, അതായത് കൂടുതലായി നടക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ തടി കുറയുള്ളൂ. അതേപോലെ തന്നെ ഭക്ഷണം കുറയ്ക്കണേൽ ഒന്നും ചെയ്യാൻ പറ്റൂല, ഷുഗറുള്ള ഭക്ഷണം കുറയ്ക്കണം, അതേപോലെ തന്നെ ഗ്രീസി ഓയിലായിട്ടുള്ള ഫുഡൊക്കെ കുറയ്ക്കണം. നമ്മൾ ഭക്ഷണം കഴിക്കാനാണ് ജീവിക്കണമെന്ന് അറിയാം, പക്ഷെ എന്നാലും കാണാൻ കുറച്ചൊരു ഇതിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കുറച്ചിട്ട് തന്നെ അത് നടക്കുള്ളൂ എന്നുള്ള കാര്യം നംജുൻ പറയുന്നുണ്ട്. അതേപോലെ ഒരു ആർമി ജിൻ കൊടുത്ത റിങ് അവിടെ നംജുനോട് ഇരിക്കുമ്പോൾ നംജുൻ പറയുന്നുണ്ട്, അത് ഞാനിങ്ങനെ കൊണ്ട് നടന്നാൽ എവിടെയെങ്കിലും ഇട്ട് കളഞ്ഞാലെന്ന് വിചാരിച്ചിട്ട് ഞാനത് വീട്ടിൽ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളതാണെന്ന് നംജുൻ പറയുന്നുണ്ട്. പിന്നെ നംജുൻ ആർമീസ് ചോദിക്കുമ്പോൾ താനിട്ട് ഔട്ട്ഫിറ്റ് ആർമീസിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നംജുൻ പറയുന്നത് തൻ്റെ ഒരു ഉറക്കത്തിന്റെ റുട്ടീനെ കുറിച്ചാണ്. താനൊരു 3 മണിയൊക്കെ ആകുമ്പോഴേക്കേ ഉറങ്ങുള്ളൂ. സാധാരണ ആൾക്കാരൊക്കെ ഏറിപ്പോയ ഒരു 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഉറങ്ങൂല്ലേ, പക്ഷെ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ വെച്ചിട്ടായിരിക്കാം, പക്ഷെ എനിക്കൊരു 3 മണി ആവാതെ എനിക്ക് ഉറക്കം വരില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആർമീസിനോട് നംജുൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ സെൻസിറ്റീവ് ആയ കാരണം ചെറിയ സൗണ്ടുകളൊന്നും കേട്ടാലും എനിക്ക് ഉറക്കം വരില്ല, അപ്പൊ ഞാൻ ഇയർബഡ്സ് വെച്ചിട്ടാണ് അധികം ഉറങ്ങാറെന്നും നംജുൻ പറയുന്നുണ്ട്. പിന്നെ താൻ ഇപ്പോഴത്തെ ഫോൺ മാറ്റിയതായിട്ടും പുതിയ ഫോണായിട്ട് താൻ പരിചയപ്പെട്ട് വരുന്നുള്ളൂ എന്നുള്ള കാര്യം ആർമീസിനോട് നംജുൻ പറയുന്നുണ്ട്. അതേപോലെ ഇതിന്റെ ഇടയ്ക്ക് നംജുൻ താൻ ChatGPT ആയിട്ട് 2 മണിക്കൂറൊക്കെ ചാറ്റ് ചെയ്യാറുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ നംജുൻ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലിനെ കുറിച്ചും അതൊന്നോ കുറെ മാറി നിൽക്കാൻ ശ്രമിക്കുന്നതിനെ കുറിച്ചും അതേപോലെ തന്നെ ജിമ്മിൽ പോണതിനെ കുറിച്ചും ഒക്കെ വീണ്ടും പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഇടയ്ക്ക് തേയോ റൺ BTS ഷൂട്ട് ചെയ്താലോ എന്നുള്ള കാര്യം ചോദിച്ചെന്നുള്ള കാര്യം നംജുൻ പറയുന്നുണ്ട്. പിന്നെ ഒരു 20 മിനിറ്റ് ഒക്കെ ആയപ്പോൾ നംജുൻ പറയുന്നുണ്ട്, ഇപ്പൊ 20 മിനിറ്റ് ഒക്കെ ആയി, നമുക്ക് ഇനി ഇംഗ്ലീഷിൽ സംസാരിച്ചാലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇംഗ്ലീഷിലായിരുന്നു നംജുൻ സംസാരിച്ചത്. അതിൽ നംജുൻ ആദ്യം തന്റെ റിങ്സിനെ കുറിച്ച് ആർമീസ് ചോദിക്കുമ്പോൾ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അവിടെ ഒരു ബോട്ടിൽ ഡ്രിങ്ക് ഉണ്ടായിരുന്നു, അപ്പൊ അതെന്താന്ന് ആർമീസ് ചോദിച്ചപ്പോൾ അതെടുത്തിട്ട് നംജുൻ ആർമീസിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതൊരു ഹെർബൽ ടീ ആയിരുന്നു. പിന്നെ വിവേഴ്സിന് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുറെ ഡെവലപ്മെന്റ്സിനെ കുറിച്ചൊക്കെ നംജുൻ പറയുന്നുണ്ട്. അതേപോലെ ഇന്നാൾ അവർ വന്നപ്പോൾ ആ ഒരു ലൈവില് മൾട്ടിപ്പിൾ ആൾക്കാരെ വെച്ചിട്ട് ലൈവ് നടത്താൻ ഒരു റിക്വസ്റ്റ് അവർ ചെയ്തിരുന്നു. അതിപ്പോ പോസിബിൾ ആണെന്ന് വിവേഴ്സിന്റെ ടീം പറഞ്ഞു എന്ന് നംജുൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ആർമി കുടിക്കാറുണ്ടോ ഇപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ നംജുൻ പറയുന്നുണ്ട്, ഇപ്പൊ ഞാൻ കുടിക്കാറ് കുറവാണ്, പണ്ട് മിലിറ്ററിയിൽ പോണതിന്റെ മുന്നേ ആ ഒരു മാസം ഞാൻ വളരെ അധികം കുടിച്ചിരുന്നു, അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ തിരിച്ചു വന്നതിന് ശേഷം കുടിക്കാറ് കുറവാണെന്ന് പറയുന്നുണ്ട്. പിന്നെ നംജുൻ വീണ്ടും ആർമീസിന്റെ റിക്വസ്റ്റ് അനുസരിച്ചിട്ട് കൊറിയയിൽ സംസാരിച്ചാലും ട്രാൻസ്ലേഷൻ നന്നായിട്ട് പോകണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും കൊറിയയിൽ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ നംജുൻ വൈനിനെ കുറിച്ചും വിസ്കിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. വിസ്കി വൈനിനേക്കാളും ബെറ്റർ ആണ് തോന്നിയിട്ടുണ്ട്, കാരണം വൈൻ കുടിക്കുമ്പോൾ തടിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് തന്റെ സ്കിൻ ഇപ്പൊ നല്ല രീതിക്ക് നിൽക്കുന്നുണ്ട്, തേങ്ങ ഒരു സ്കിൻ ട്രീറ്റ്മെന്റ് പറഞ്ഞിരുന്നു, അതനുസരിച്ച് അത് ചെയ്തിരുന്നു എന്നൊക്കെ നംജുൻ പറയുന്നുണ്ട്. പിന്നെ ഇപ്പൊ അടുത്ത് ഷുഗർ ഒഴികെ ബാക്കി എല്ലാവരും ഓരോരോ ബ്രാൻഡ്സിന്റെ ഭാഗമായിട്ട് ഫാഷൻ ഷോയ്ക്ക് പുറത്ത് പോയതിനെ കുറിച്ച് നംജുൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് താൻ ഇട്ട ഒരു കമ്മലിനെ കുറിച്ച് നംജുൻ പറയുന്നുണ്ട്. താൻ ഹൈസ്കൂളിലായിരുന്നപ്പെട്ട ഒരു കമ്മലാണ് ഇത് വലിയ വില ഒന്നും ഇല്ലാത്തതാണ്, ജസ്റ്റ് ഡയമണ്ട് അതിൽ ഇങ്ങനെ എംബോളിഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ, അല്ലാതെ ഇത് വിലയൊന്നുമില്ല അങ്ങനത്തെ വലിയ ഒരു കമ്മലല്ല എന്നുള്ള കാര്യം നംജുൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നംജുൻ പറയുന്നത്, ഇപ്പൊ ഈ ആൽബം പ്രിപ്പറേഷനിലായതുകൊണ്ടൊക്കെ തന്നെ ഞാൻ ഒറ്റയ്ക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് ഞാൻ ഡിപ്രസ്ഡ് ആയി പോകും. ഞാൻ അങ്ങനെ ഉള്ള ടൈമുകൾ ഞാൻ സ്പെൻഡ് ചെയ്യാൻ നോക്കാറില്ല. അതായത് വീട്ടിലൊക്കെ ആണെങ്കിൽ തന്നെ ഞാൻ ഉറങ്ങാൻ മാത്രമേ വീട്ടിലേക്ക് വരുള്ളൂ, ബാക്കിയുള്ള ടൈമൊക്കെ എല്ലാവരുമായിട്ടൊക്കെ സ്പെൻഡ് ചെയ്തിട്ടൊക്കെ അങ്ങനെ നിൽക്കാറാണ് പതിവ്. അല്ലാത്ത ടൈമിൽ ഒറ്റയ്ക്ക് ഓവർ ഇരുന്ന് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് കഴിയില്ല. പക്ഷെ അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയുന്നവർ, അതേപോലെ തന്നെ താനുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിയുന്നവരെയൊക്കെ കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നാറുണ്ട്. മേ ബി ഇതുകൊണ്ടൊക്കെ ആയിരിക്കും ആൾക്കാർ കല്യാണം കഴിക്കുന്നതും ഫാമിലി ആവണതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതും മേ ബി ഇങ്ങനെ ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടൊക്കെ ആയിരിക്കും. ഇപ്പൊ തന്റെ കൂടെയുള്ള കുറെ ഫ്രണ്ട്സിന്റെ കല്യാണം കഴിഞ്ഞു, പക്ഷെ താൻ ഇപ്പോഴൊരു കുട്ടിയായിട്ടാണ് നടക്കണതെന്നും. പിന്നെ നംജുൻ പറയുന്നത്, എന്റെ ഈ ഒരു പ്രായമൊക്കെ ആയപ്പോഴത്തേക്കും എന്റെ അച്ഛനും അമ്മയ്ക്ക് ഓൾറെഡി ഞാൻ ഉണ്ടായിരുന്നു, എനിക്ക് ആ ഒരു സമയത്ത് 3 വയസ്സൊക്കെ ആയിരുന്നു എന്നുള്ളത് നംജുൻ പറയുന്നുണ്ട്. പക്ഷെ അവരൊക്കെ എങ്ങനെ ആ ഒരു സംഭവം ഹാൻഡിൽ ചെയ്തെന്ന് അറിയില്ല, ഞാൻ ഇപ്പോഴൊരു കുട്ടിയാണ് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ഇത് കേട്ടിട്ടായിരിക്കും ഒരു ആർമി എന്തെങ്കിലും കല്യാണം കഴിക്കണം എന്നുള്ള കാര്യമാണോ പറയണത് നംജുനോട് ചോദിക്കുന്നുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ നംജുൻ തന്റെ അച്ഛന്റെ അമ്മേന്റെ ആ ഒരു ലവ് സ്റ്റോറി പറയുന്നുണ്ട്. അതായത് നംജുന്റെ അച്ഛനും അമ്മയും സ്കൂൾ മേറ്റ്സ് ആയിരുന്നു, അവിടുന്ന് തൊട്ട് തുടങ്ങിയ ഒരു ലവ് സ്റ്റോറി ആയിരുന്നു അവരുടേത്. അങ്ങനെ അവർ ഡേറ്റ് ചെയ്തത് ഏകദേശം 9 വർഷത്തോളാണ്. അത് കഴിഞ്ഞിട്ടാണ് അവർ കല്യാണം കഴിക്കുന്നത്. അതേപോലെ തന്നെ തന്റെ അച്ഛന്റെ അമ്മേന്റെയും വീട് വളരെ അടുത്താണെന്നും തന്റെ അച്ഛനും പോയ എലിമെന്ററി സ്കൂളിലൊക്കെ താൻ പോയി കളിച്ചിട്ടുണ്ട് എന്നൊക്കെ നംജുൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ തന്റെ ഫ്രണ്ട്സിൽ ഇപ്പൊ ഏകദേശം ഒരു 10 2 മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കി എല്ലാവരും കല്യാണം കഴിച്ച് കുട്ടികളായി എന്നുള്ള കാര്യം നംജുൻ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് നംജുൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞു വരുന്നത്, ഞാനും പണ്ട് പറഞ്ഞിരുന്നു ഈ ഒരു ടൈമൊക്കെ ആകുമ്പോഴേക്ക് കല്യാണം കഴിക്കണം എന്നുള്ള കാര്യം ഞാനും പണ്ട് പറഞ്ഞിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ ഓൾറെഡി 31 വയസ്സായി, പക്ഷെ ഞാൻ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. ഇനി മേ ബി ചിലപ്പോൾ ഞാൻ കഴിക്കുമായിരിക്കാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ കഴിക്കാതെ ഇങ്ങനെ തന്നെ പോകുമായിരിക്കും. പിന്നെ ഞാൻ
നേരത്തെ കല്യാണം കഴിച്ചാൽ നിങ്ങൾക്കൊക്കെ സങ്കടമാവില്ല എന്ന് നംജുൻ പറഞ്ഞിട്ട് പിന്നെ പറയുന്നുണ്ട് ചിലപ്പോൾ എനിക്ക് പറ്റിയ ഒരാളെയൊക്കെ കണ്ടുമുട്ടുകയാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കുമായിരിക്കാം, എനിക്കറിയില്ല എന്ന് നംജുൻ പറയുന്നുണ്ട്. അപ്പൊ തനിക്കിതിന് ശരിക്കും ഒരു ഉത്തരമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ നംജുൻ സൊസൈറ്റിയിലുള്ള ഒരു മാരേജിനെ കുറിച്ചുള്ള കൺസെപ്റ്റിനെ കുറിച്ചും അതേപോലെ തന്നെ താനിപ്പോ ഒറ്റപ്പെട്ടവും കൊണ്ട് താൻ കല്യാണം കഴിക്കണം എന്നില്ലല്ലോ, അങ്ങനെ ഞാൻ കല്യാണം കഴിച്ചാൽ എനിക്ക് ആ ഒരു ഇത് താങ്ങാൻ കഴിയുമെന്ന് അറിയില്ല, ചിലപ്പോൾ എനിക്ക് വീണ്ടും ഒറ്റയ്ക്കിരിക്കാൻ തോന്നിയാലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ താൻ എങ്ങനെ ഇനി കല്യാണം കഴിച്ചിട്ട് തനിക്ക് എന്നെ പോലെ തന്നെ ഒരു കുട്ടി എനിക്ക് ഉണ്ടായ ഞാൻ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യുന്നുള്ള കാര്യമൊക്കെ നംജുൻ പറയുന്നുണ്ട്. അങ്ങനെ കുറെ മാരേജിനെ കുറിച്ചുള്ള കുറച്ച് വിഷയംസ് ഒക്കെ അങ്ങനെ ഫണ്ണി ആയിട്ടൊക്കെ പറഞ്ഞിട്ട് നംജുൻ എനിക്കിതിന്റെ ശരിക്കുള്ള ഒരു ഉത്തരം അറിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ ആ ഒരു ഇത് നിർത്തുകയാണ്. പിന്നെ ഇപ്പൊ അടുത്ത് നംജുൻ തന്റെ ഫ്രണ്ടിന്റെ കൂടെ പണ്ട് അവർ താമസിച്ചിരുന്ന ബിഗ് ഹിറ്റിന്റെ ആ ഒരു സ്ഥലത്ത് പോയതിനെ കുറിച്ചും അവിടുത്തെ ആ ഒരു ഡോം കണ്ടതിനെ കുറിച്ചും പിന്നെ പണ്ടത്തെ കുറച്ച് ഓർമ്മകളെ കുറിച്ചും താൻ ഫസ്റ്റ് ടൈം അവിടെ ഇന്റർവ്യൂവിന് വന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആർമീസായിട്ട് സംസാരിക്കുന്നുണ്ട്. പിന്നെ നംജുനോട് മെമ്പേഴ്സായിട്ട് ഒരുമിച്ച് താമസിച്ചത് മിസ് ചെയ്യണ്ടോ ചോദിക്കുമ്പോൾ നംജുൻ അതിന് മിസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഞങ്ങൾ 2 മാസം ഇപ്പടുത്ത് LA ഒരുമിച്ച് നിന്നേന്നൊന്നും ആർമീസിനോട് പറയുന്നുണ്ട്. ഇങ്ങനെ നംജുൻ വീണ്ടും ആർമീസ് ചോദിക്കുന്ന കുറെ കാര്യങ്ങൾക്ക് ഉത്തരം പറയുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളിൽ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാനിപ്പോ ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല. കാരണം നംജുൻ വളരെ ഡീപ്പായിട്ടാണ് കേട്ടോ ഈ ഒരു ലൈവിൽ സംസാരിച്ചത്. നമുക്ക് ആ ഒരു ലൈവ് കേട്ടിരിക്കുമ്പോൾ നമുക്കത് കേട്ടിരിക്കാൻ അങ്ങനെ തോന്നുന്നു, ആ ഒരു ടൈപ്പിലായിരുന്നു. അല്ലെങ്കിൽ നംജുൻ എല്ലാ ലൈവിലും അങ്ങനെ തന്നെയാണ് സംസാരിക്കല്. എന്നാലും അതുകൊണ്ട് തന്നെ നംജുന്റെ ലൈവുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ട്രാൻസ്ലേറ്റ് ചെയ്യാണ്ടാവും. അപ്പൊ അത് ഞാൻ എനിക്ക് ഇതിൽ കുറച്ചിങ്ങനെ എനിക്ക് മനസ്സിലായ കാര്യങ്ങളും പിന്നെ എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുമാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനി ഡീപ്പായിട്ട് ഇത് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ലൈവ് ഇരുന്ന് കാണുന്നെ വേണേ. പിന്നെ നിങ്ങൾക്ക് തന്നെ അറിയാലോ ഏകദേശം 1 മണിക്കൂറോളം വന്ന ലൈവ് ഞാൻ ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് എത്രത്തോളം ട്രാൻസ്ലേറ്റ് ചെയ്ത് എത്തിക്കും എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ എന്തായാലും ഓക്കെ ആർമീസ്, ഇനി നെക്സ്റ്റ് ട്രാൻസ്ലേഷൻ ആയിട്ട് കാണാം. ബൈ ബൈ.